ഹായ് ഓൾ ഇന്ന് നമ്മൾ പോകുന്നത് കൊടൈക്കനാലിലേക്കാണ്. കൊടൈക്കനാലിൽ പോയി അവിടുത്തെ ഫേമസ് ആയ ഗുണ കേവ് കാണുക, പിന്നെ രണ്ട് ലേക്കൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്ത് തിരിച്ചു വരിക, അതാണ് പ്ലാൻ. അപ്പോൾ നമ്മൾ നേരെ പോകുന്നത് ഇപ്പോൾ ഹോസ്റ്റലേഴ്സിലേക്കാണ്. ഹോസ്റ്റലേഴ്സ് എന്ന് പറഞ്ഞ ഒരു ഡോർമെട്രി ആണ്. അവിടെ അടുത്തുണ്ടായിരുന്ന ഒരു ലേക്കിൽ പോയിട്ട് സൈക്കിളൊക്കെ ചവിട്ടി പിന്നെ നമ്മൾ വീണ്ടും ഡോർമെട്രി തന്നെ വന്നു. അത് അടിപൊളി ഒരു ഡോർമെട്രി ആട്ടോ ഹോസ്റ്റലേഴ്സ് എന്ന് പറയുന്നത്. കാരണം അവിടെ ഗെയിംസും പിന്നെന്താ ക്യാമ്പ് ഫയറും ബാക്കി ഫുഡും റെസ്റ്റോറൻറ്റും എല്ലാം ഉണ്ട്. ആ ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്തിരിക്കുന്നത് തന്നെ ഈ ട്രാവൽ ചെയ്ത് വരുന്ന സ്ട്രേഞ്ചേഴ്സ് ഉണ്ടാവുമല്ലോ, അവർക്കെല്ലാം കൂടി ഒന്നിച്ചിരുന്ന് സംസാരിക്കാനുള്ളൊരു പ്ലേസ് എന്നുള്ള രീതിയിലാണ് അത് ഒരുക്കിയിരിക്കുന്നത് തന്നെ. അത് കഴിഞ്ഞ് പിറ്റേന്ന് നമ്മൾ ഗുണ കേവിൽ പോയി. ഗുണ കേവിൽ പോയിട്ട് അവിടെ ഒരു കുരങ്ങൻ ഉണ്ടായിരുന്നു. ആ കുരങ്ങൻ ഒരു ചേച്ചിയുടെ ബാഗ് എടുത്ത് മുകളിൽ കയറിയിട്ട് പുള്ളിക്കാരത്തിയുടെ സാധനങ്ങളും പൈസയൊക്കെ തറയെടുത്തിട്ട് അതിനകത്തെ ഫുഡ് ഐറ്റംസ് ഒക്കെ കഴിക്കുന്നുണ്ടായിരുന്നു. അതാണ് മെയിനായിട്ട് അവിടെ എല്ലാവരും നിന്ന് വാച്ച് ചെയ്യുന്നത്. പിന്നെ അവിടെ കാണാൻ പ്രത്യേകിച്ച് വേറൊന്നും കണ്ടില്ല. പിന്നെ അതിന്റെ മുകളിൽ കയറിയിട്ട് അതിന്റെ താഴത്തുള്ള വ്യൂവും ഒക്കെ ഒന്ന് ജസ്റ്റ് കണ്ട് മടങ്ങാവുന്ന ഒരു പ്ലേസ് ആണത്. പ്രത്യേകിച്ച് വലുതായിട്ട് എന്തെങ്കിലും കാണാനുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. അത് കഴിഞ്ഞ് വേറൊരു ലേക്കിലേക്ക് പോയി. അവിടെ പോയി കയാക്കിംഗ് ഒക്കെ ട്രൈ ചെയ്തതിന് ശേഷം സിബ് ലൈൻ ആണ് ട്രൈ ചെയ്തത്. എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് ഞാൻ കയറുന്ന ഒരു സിബ് ലൈൻ ആണ്. ചെറിയൊരു സിബ് ലൈൻ ആണ്, എങ്കിലും എനിക്ക് ചെറിയ പേടിയുണ്ടായിരുന്നു. പിന്നെ ആ പുള്ളിക്കാരൻ എനിക്ക് കറക്റ്റ് ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ തന്നു. ചെറുതാണെങ്കിൽ പോലും എനിക്ക് ഉയരം പേടിയുള്ള ഒരാളായതുകൊണ്ടും ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്നതുകൊണ്ടും അതിൻ്റേതായിട്ടുള്ള ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഒന്ന് ഇറങ്ങി അതൊന്ന് മൂവ് ആയി കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാനത് എൻജോയ് ചെയ്തു. അത് കഴിഞ്ഞ് നേരെ ഫുഡ് കഴിക്കാനാണ് പോയത്. ഒരു വെജ് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റിലാണ് കയറിയത്. നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. ഞാൻ ആ തക്കാളി സൂപ്പിൻ്റെ ഫാനായി പോയി. ആ തണുപ്പത്ത് ആ ഒരു ചൂടുള്ള തക്കാളി സൂപ്പ് അടിപൊളിയായിരുന്നു. ഞാൻ അടിപൊളിയാണെന്നൊക്കെ പറയുന്നുമുണ്ട്, എന്തൊക്കെയോ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഇറങ്ങുകയാണ് ചെയ്തത്. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു.